ഹായ് ഓൾ. സോ JAV പ്രിപ്പറേഷനൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടാവും. ഫിസിക്സിൽ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് അറിയാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്, അതേപോലെ തന്നെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സോ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു ചെറിയ ട്രിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ 3 ക്വാണ്ടിറ്റീസ് ആണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഏതൊക്കെയാണ്? അതായത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്, അതേപോലെ സ്പീഡ് ഓഫ് ലൈറ്റ്, ലാസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. സോ ഈ 3 ഡയമെൻഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, H is equal to mL² T⁻⁻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 ⁻
ലാസ്റ്റ് വൺ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ എം റേസ് ടു മൈനസ് 1 എൽ ക്യൂബ് ആൻഡ് ടി റേസ് ടു മൈനസ് 2. ഈ 3 ഡയമെൻഷൻസ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് 3 ക്വാണ്ടിറ്റീസുടെ റിലേഷൻ പഠിക്കാൻ ഭയങ്കര ഈസിയാണ്. ഏതൊക്കെ അറിയാം നിങ്ങൾക്ക്? മാസ്, അതേപോലെ ലെങ്ത്ത്, അതേപോലെ ടൈം. ഈ 3 ക്വാണ്ടിറ്റീസിനെ ഈ എച്ചും സിയും ജിയും വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. എങ്ങനെയാണെന്നറിയോ നിങ്ങൾക്ക്? മാസിനൊരു ഇക്വേഷൻ ഉണ്ട്. എം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് സി ഡിവൈഡഡ് ബൈ ജി. ലെങ്ത് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് ജി ഡിവൈഡഡ് ബൈ സി ക്യൂ. ആൻഡ് ടൈം ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എച്ച് ജി ഡിവൈഡഡ് ബൈ സി റേസ് ടു 5. ദീസ് ആർ ദ റിലേഷൻസ്. എച്ചും സിയും ജിയും അറിയാമെങ്കിൽ നിങ്ങൾക്ക് മാസിൻ്റെയും ലെങ്ത്തിൻ്റെയും ടൈമിൻ്റെയും ഡയമെൻഷൻ റിലേഷൻ പറയാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാ? എച്ച് സി ഡിവൈഡഡ് ബൈ ജി റൂട്ട് ഓഫ് എച്ച് ജി ഡിവൈഡഡ് ബൈ സി ക്യൂബ്. ടൈം ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എച്ച് ജി ഡിവൈഡഡ് ബൈ സി റേസ് ടു 5. ഈ റിലേഷൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എൻട്രൻസിന് വരുന്ന ചോദ്യം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നോക്കടാ, ഈ ഒരു ചോദ്യം നോക്കുക എല്ലാവരും. ഇഫ് മാസ് ഈസ് റിട്ടൺ ആസ് എം ഇസ് ഈക്വൽ ടു k into c raised to p, g raised to minus 1/2 and h raised to 1/2, then the value of p will be their usual meaning with k is a dimensional constant. ഇവിടെ പറയുന്നുണ്ട് m എന്ന് പറഞ്ഞ ആൾ മാസ് ഇസ് ഈക്വൽ ടു k into c raised to p, അതേപോലെ തന്നെ പറയുന്നുണ്ട് g raised to minus 1/2, g raised to minus 1/2 and h raised to 1/2. ഇതാണ് ചോദ്യം. ചോദ്യത്തിൽ പറയുന്നത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് p എത്രയാണെന്നാണ്. നമ്മൾ പഠിച്ച റിലേഷൻ എന്താ? എച്ചും സിയും ജിയും അറിയാമെങ്കിൽ മാസ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എച്ച് സി ഡിവൈഡ് ബൈ ജി ആണ്. ഈ റിലേഷൻ നോക്കുന്ന സമയത്ത് എച്ച് റേസ് ടു 1/2, സി റേസ് ടു 1/2, താഴത്ത് ജി റേസ് ടു 1/2. ഈ ജി റേസ് ടു 1/2 മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എച്ച് റേസ് ടു 1/2, സി റേസ് ടു 1/2, ജി റേസ് ടു മൈനസ് 1/2. സോ ഈ റിലേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് വാട്ട് ഈസ് ദ പവർ ഓഫ് സി? സിയുടെ പവർ എത്രയാ? 1/2. സോ പി എന്ന് പറഞ്ഞാൽ എന്താ വരിക? 1/2. എത്ര പെട്ടെന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടിയിരിക്കുന്നത്. സോ സ്ഥിരമായിട്ട് ഈ ഒരു ചോദ്യങ്ങൾ വരാറുണ്ട്. സോ ആ റിലേഷനാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഏതൊക്കെയാ? മാസ് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എച്ച് സി ബൈ ജി, ലെങ്ത് ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എച്ച് ജി ഡിവൈഡ് ബൈ സി ക്യൂബ് ആൻഡ് ടി ഇസ് ഈക്വൽ റൂട്ട് ഓഫ് എച്ച് ജി ഡിവൈഡ് ബൈ സി റേസ് ടു 5. സോ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. GIBക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ഈ ഐഡിയ ഉപയോഗിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഇതുവരെ GIB രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് QR കോഡ് സ്കാൻ ചെയ്തിട്ട് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക. ഒരു മിനി നീറ്റാണ് നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത്. സോ ഗെറ്റ് റെഡി ഫോർ ദാറ്റ്.